ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ ചോദ്യമാകുന്നത് മമതാ ബാനർജി സ്വീകരിച്ച പുതിയ നിലപാടാണ്. മുന്നണിയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ മമത കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ മുന്നണിയിലെ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു കാണിച്ച് മമത രംഗത്ത് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യമുണ്ടാക്കി ഇല്ലെന്നും ബലം വന്നതിനു ശേഷം മാത്രമേ ഇന്ത്യ സഖ്യവുമായി ചേരണോ എന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ എന്നും മമത ചൂണ്ടിക്കാട്ടിയും കഴിഞ്ഞു. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ പര്യടനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ന്യായ് യാത്ര ബംഗാളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ബംഗാളിൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനമെന്നും മമത അറിയിച്ചും കഴിഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലേക്ക് വരുന്ന കാര്യം തന്നെ അറിയിക്കാനുള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ലെന്ന കുറ്റപ്പെടുത്തലും മമത നടത്തുന്നുണ്ട്. എന്നാൽ മമതയുടെ പിണക്കം മാറ്റാൻ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് ബംഗാളിലേക്ക് വരുന്നതും. ന്യായ് യാത്ര മമത അറിയിച്ചിരുന്നുവെന്നും എന്നാൽ കൃത്യമായ ആശയവിനിമയം നടക്കാതെ പോയതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. ബംഗാളിൽ കോൺഗ്രസും CPM-ഉമായി സഖ്യത്തിന് തയ്യാറെന്ന് മമത പറഞ്ഞിരുന്നു എങ്കിലും ഇരു പാർട്ടികളും അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. തൃണമൂൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് തയ്യാറെടുക്കുമെന്നാണ് മമത വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ന്യായ് യാത്ര ബംഗാളിലൂടെയാണ് പര്യടനം നടത്തുന്നത്. തൃണമൂലുമായി മികച്ച ബന്ധം പുലർത്തിപ്പോന്ന കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കലമിട്ട് ഉടച്ചത് യാത്രയെ ബാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുമാണ്. അസം പശ്ചിമ ബംഗാൾ അതിർത്തിയായ ബോക്സർ ഹട്ടിൽ വെച്ച് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി പതാക ഏറ്റുവാങ്ങി. 5 ദിവസം കൊണ്ട് 7 ജില്ലകളിൽ കൂടി യാത്രാ പര്യടനം നടത്തുന്നുണ്ട്. തൃണമൂൽ, കോൺഗ്രസ്, CPM അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ കോൺഗ്രസ് യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. തൃണമൂൽ കോൺഗ്രസ് പങ്കെടുത്താൽ CPM യാത്രയുടെ ഭാഗമാകില്ല എന്ന് കോൺഗ്രസിനെ അറിയിച്ചതോടെ ആരെ തള്ളും ആരെ കൊള്ളും എന്ന അവസ്ഥ കൂടി കോൺഗ്രസിന് മുന്നിൽ വന്നു കഴിഞ്ഞു. അതേസമയം മമതയില്ലാതെ ഇന്ത്യ മുന്നണിയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ലെന്നും തടസ്സങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും നേതാവ് ജയറാം രമേശും അറിയിച്ചിട്ടുണ്ട്. ബംഗാളിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പോരാടുമെന്നും BJP-യെ തോൽപ്പിക്കുകയാണ് മമതയുടെ ലക്ഷ്യമെന്നും കോൺഗ്രസ് പറയുന്നുമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. എന്തായാലും കോൺഗ്രസ് യാത്ര ബംഗാളിൽ കയറിയതിന് പിന്നാലെ മമതയുടെ കാർ അപകടത്തിൽപ്പെട്ട വാർത്തകളും പുറത്തുവന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപകടത്തിൽ മമതയുടെ തലക്ക് പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.